ഗായ്സ്, ഇതാണ് സോയ ചങ്ക്സ്. അപ്പോൾ ഞാൻ സോയ ചങ്ക്സ് വെച്ചിട്ടൊരു റോസ്റ്റ് തയ്യാറാക്കുകയാണ് ചപ്പാത്തിക്ക്. ഇതിപ്പോൾ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോയ ചങ്ക്സ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വേറെ വെള്ളത്തിലേക്ക് മാറ്റി 2-3 പ്രാവശ്യം പിഴിഞ്ഞെടുക്കും. വെള്ളം മാറ്റി 2-3 പ്രാവശ്യം പിഴിഞ്ഞെടുക്കും. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മളങ്ങനെ കുക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സോയ ഇതിലേക്ക് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പും ചേർത്തിട്ട് പുരട്ടി കുറച്ച് നേരം വയ്ക്കുക. ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ മതി. നമ്മൾ ഈ ചിക്കനൊക്കെ മസാല പുരട്ടുന്ന പോലെ പുരട്ടി വയ്ക്കുക. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം, അതുപോലെ തന്നെ തൈര് ചേർക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച്. ഞാനിപ്പോൾ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പെപ്പർ ചേർത്തിട്ടില്ല, ഗരം മസാലയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് ചേർത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമ്മളിപ്പോൾ പാനിൽ ഓയിൽ ഒഴിച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ആവട്ടെ, അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്, കാണാണ്ടോ? ഇതിലേക്ക് നമുക്ക് സവോള, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ചേർത്തിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത അതിലേക്ക് തന്നെയാണ് ചേർത്തത്. നമ്മൾ മാറ്റാനൊന്നും നിന്നില്ല, അതായത് സോയ ചങ്ക്സ് മാറ്റാനൊന്നും നിന്നില്ല. അതിൽ തന്നെ ഇട്ട് ഇങ്ങനെ ഇത് മിക്സാക്കുക. ഇനി ഈ സവോളയൊക്കെ ഒന്ന് വാടണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിത് സാധാരണ ഒരു എന്താ പറയുക, ഒരു ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. എല്ലാം വഴറ്റി എന്താ പറയുക, അതിലേക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. ഇതിപ്പോൾ ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്, വേറെ കാര്യം. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇത് തയ്യാറാക്കാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്, സോസുകളൊക്കെ ചേർത്തിട്ട്. അപ്പോൾ നോക്കട്ടെ ശരിയാവോ, ടേസ്റ്റ് ഉണ്ടാവോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും എന്താ പറയുക, മസാലയും സോസൊക്കെ ചേർത്തിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ ഈ സവോളൊന്ന് വാണ്ട വരെ വെയിറ്റ് കേട്ടോ. ഇനി ഉപ്പ് ചേർക്കണേ. നമ്മൾ എന്തായാലും സോയ ചങ്ക്സിൽ ഉപ്പുണ്ട്, അപ്പോൾ മസാലയിൽ ചേർക്കുമ്പോൾ നോക്കി ചേർക്കുക. ഉപ്പ് കൂടാനും പാടില്ല. ഉപ്പ് ചേർത്ത് കുറച്ച്. ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, ലാസ്റ്റ് ചേർക്കാവുന്നേ ഉള്ളൂ. നമുക്ക് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. പക്ഷെ ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ. അപ്പോൾ അത് കാരണം നമുക്ക് ഉപ്പ് പിന്നെ ആയാലും ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് വേണ്ടി വരട്ടെ, അതൊരു വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി, പിന്നെ മുളക് പൊടി കുറച്ച് മതി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ചേർക്കാം. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി കേട്ടോ. പെരുംജീരകത്തിൻ്റെ പൊടി കുറച്ച്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാശ്മീർ മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ, അത് ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കാം. ഗരം മസാല ഞാൻ സോയ ചങ്ക്സിൽ മിക്സ് ആക്കിയിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, വേണമെങ്കിൽ ചേർക്കാം കുറച്ച്.
അതുപോലെ തന്നെ മീറ്റ് മസാലയോ ചിക്കൻ മസാലയൊക്കെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു മനോധർമ്മമാണ്. ഇതൊക്കെ പറഞ്ഞില്ല, ഇത് എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്യുന്നതാണ്. ഇത് വേറെ റെസിപ്പി അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു തോന്നിയൊരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിൽ മസാലയുണ്ട്, അതുപോലെ സോസുകളും വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, ആ മസാല ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുക്കാവട്ടെ. എന്നിട്ട് നമുക്ക് സോസുകൾ ചേർക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിയിട്ട് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ചില്ലി സോസ് ഇതിൽ ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ സ്പൈസ്, അതായത് എരിവുണ്ട്. അപ്പോൾ പിന്നെ ചില്ലി സോസ് ചേർക്കണോ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ്. ചിലപ്പോൾ ഞാൻ ചേർക്കില്ല, വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് നോക്കിയപ്പോഴുണ്ടല്ലോ എൻ്റെ കുട്ടികൾ ഇതൊക്കെ അവസാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നൂഡിൽസിന് എടുത്തെടുത്തതേ പിഴിഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ, കാരണം നിവർത്തിയില്ല. ഇതിലുള്ളതുണ്ട്, അത്യാവശ്യത്തിനുള്ളതുണ്ട്. അതും കൂടി അവസാനിപ്പിക്കും. 2 ടേബിൾ സ്പൂൺ ആണ്, പക്ഷെ ഞാനിവിടെ കിട്ടണത്ര ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എൻ്റെ പിള്ളേർ നൂഡിൽസിനൊക്കെ എടുത്തെടുത്തത് അവസാനിപ്പിച്ചു, ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കാം. സോയ സോസും ടൊമാറ്റോ സോസും നന്നായിട്ട് മിക്സ് ആക്കാം. നിങ്ങൾക്ക് മസാല ഒഴിവാക്കിയിട്ട് ജസ്റ്റ് സവാളൊക്കെ വഴറ്റിയിട്ട് സോയാ സോസും ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ചേർത്തിട്ട് ഇത്തിരി ഷുഗറൊക്കെ ചേർത്ത് ഒക്കെ അങ്ങനെ അവസാനിപ്പിക്കാം. ഒരു ചൈനീസ് ടച്ച് കൊടുത്തതും ഇപ്പോൾ ചൈനീസും അല്ലാതും ഇന്ത്യനും അല്ലാത്തൊരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കിടക്കട്ടെ, ചപ്പാത്തിക്കല്ലേ, എങ്ങനെയായാലും പോകും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. മസാല നമ്മുടെ മസാല രീതിയിൽ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം, അതല്ല ചൈനീസ് രീതിയിൽ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. ഓക്കെ, ഇതിപ്പോൾ രണ്ടും അല്ലാത്തൊരവസ്ഥയാണ്, ചൈനീസും അല്ല ഇന്ത്യനും അല്ലാത്തൊരവസ്ഥയിട്ടൊക്കെ. ഇതിൻ്റെ മല്ലിയിലില്ല, അതിന് പകരം കുറച്ച് ഇങ്ങോട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. കുറച്ച് കറിവേപ്പിലാണ് ഇട്ടിരിക്കുന്നത്, മല്ലിയില എൻ്റെ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, നല്ലൊരു ഫ്ലേവറാണ്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും നോക്കാം. എന്തായാലും ഷുഗർ ചേർക്കണേ, വിട്ടുപോയത്. ഷുഗർ ലാസ്റ്റ് ചേർക്കണം കുറച്ച്. അടിപൊളി അടിപൊളി. ഇനി കുറച്ച് പഞ്ചസാര ചേർക്കാം. ഉപ്പൊക്കെ ഉണ്ട്. നമ്മൾ സോയ ചങ്ക്സ് കുക്ക് ചെയ്തെടുക്കില്ലേ, നമ്മൾ എന്താ പറയുക തിളപ്പിച്ചെടുക്കുന്ന ആ വെള്ളത്തിൽ ഉപ്പിട്ടുണ്ടായതും, പിന്നെ നമ്മളത് പിഴിഞ്ഞെടുക്കുമ്പോൾ വെള്ളം ഉപ്പിൻ്റെ ഇത് കുറയും. പിന്നെ നമ്മൾ മസാല പുരട്ടി വെക്കുമ്പോൾ സോയ ചങ്ക്സിൽ ഉപ്പിട്ട് പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മസാലയിലും പിന്നെ സവോള ചേർത്തപ്പോഴും നമ്മൾ ഉപ്പിട്ട് ചേർത്തു. അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കുക. ഇത് നമ്മൾ സോയ സോസിലൊക്കെ ഉപ്പുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇടുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഇടാൻ. ഇനി നമുക്ക് കുറച്ച്, ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫൈനൽ ടച്ച്, ദറ്റ് ഈസ് ഷുഗർ. കുറച്ച് ഷുഗർ അല്ലെങ്കിൽ ഹണി. ഷുഗർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ഹണി ആയാലും മതി. ഓക്കെ, അത് ചേർത്ത് നമുക്കിപ്പോൾ ചില്ലി ഹണി സോയ എന്നൊക്കെ വേണമെങ്കിൽ പേര് കൊടുക്കാം. ഇതിപ്പോൾ അങ്ങനെ മസാല ചില്ലി സോയ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പേര് കൊടുക്കാം. നമ്മുടെ കുറച്ച് ഹണി കൂടി ചോദിക്കാം, ഇന്ത്യയിലൊക്കെ ഇത് കുറക്കണം. യെസ്, കുറച്ച് ഹണി വരൂ, യെസ്. ലാവിഷാവണ്ട, കുറച്ച് മതി, ഞാൻ മധുരമായല്ലോ.
ഇതിപ്പോൾ സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ്. നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഗ്രേവി ആക്കാം. അതെല്ലാം നന്നായിട്ട് ഗ്രേവി ഒക്കെ വേണമെങ്കിൽ മറ്റേ രീതിയിൽ ഉണ്ടാക്കേണ്ടി വരും, മസാല ഒക്കെ ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ്. പിന്നെ ഒരു പേരിടണമെന്ന് പറഞ്ഞാൽ എന്ത് പേരിടും? മസാല ചില്ലി ഹണി സോയ ചങ്ക്സ്. ഓക്കെ, യു ക്യാൻ മേക്ക് ദാറ്റ്. നമുക്ക് ആ പേരിടാം, അതായിരിക്കും പെർഫെക്റ്റ്. മസാല ചില്ലി ഹണി സോയ ചങ്ക്സ്, സോയ ചങ്ക്സ് റോസ്റ്റ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ. ഓക്കെ, അങ്ങനെ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്, നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് മല്ലിയിലുണ്ടെങ്കിൽ ഇടാം, എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയയുടെ കാര്യമാണ് പറയുന്നത്. സോയ നമ്മളിതുപോലെ മസാല പുരട്ടിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ സോയയുടെ കുത്ത് ഇത്തിരി കുറയും. നമ്മൾ 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കും, അപ്പോൾ തന്നെ ഇത്തിരി കുറയും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ എന്നാലും ഇതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും, സോയയ്ക്ക് ഒരു ടേസ്റ്റ് എന്നാലും ഉണ്ടാവും. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മസാലയൊക്കെ വെട്ടിയിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെറുതെ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇതുപോലെ നമ്മൾ നേരത്തെ സവള വഴറ്റിയില്ലേ, അത് വഴറ്റിയിട്ട് ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ 4 മണി പലഹാരമൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഒരു സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനൊക്കെ അടിപൊളി പറ്റിയൊരു സംഭവമാണ്. ഓക്കെ, പിന്നെ നല്ല സാധനമാണ് സോയ അല്ലേ. സോയയുടെ പാല് കുടിക്കണം, സോയയുടെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണമൊക്കെ. സോയ ഈസ് ബെസ്റ്റ് ഫോർ ഹെൽത്ത് എന്നാണ് പറയണത്. എനിവേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റെസിപ്പിയാണ്. യു ഷുഡ് ട്രൈ ദിസ്. ഓക്കെ, റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ വിചാരിക്കും കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പം നമ്മൾ ഹണിയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സോയ അടിപൊളി പൊളി സാധനം കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി ഇതിൻ്റെ റിവ്യൂ എൻ്റെ കുട്ടികൾ പറയും, അവരാണ് ഇതിൻ്റെ റിവ്യൂ പറയുന്ന ആൾക്കാർ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട്. പുകഴ്ത്തല്ല, ഐ മീൻ എനിക്കിഷ്ടപ്പെട്ടു. ഞാനൊരു ഐഡിയ ഇല്ലാതെ ഉണ്ടാക്കിയതാണ്. സംഗതി അടിപൊളിയുണ്ട്, നിങ്ങൾ വരും ട്രൈ ചെയ്ത് നോക്കട്ടോ. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി സോയ ചില്ലി, എന്താ പറയുക, മസാല ചില്ലി ഹണി സോയ ഞാട്ടവേദ, പിന്നെ നമ്മുടെ ചപ്പാത്തി. ഇനി ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും പറഞ്ഞു, ഇനി കുട്ടികൾ എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവർക്ക് കൊടുക്കട്ടെ. നീക്കി വയ്ക്കി പ്ലേറ്റ്. ഇത്തിരി സ്പൈസി ആവട്ടോ, പക്ഷെ രസമാണ്, ടേസ്റ്റ് ഉണ്ട്, കഴിക്കും. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ് നോക്കട്ടെ. നിങ്ങൾ കഴിക്കി എന്നിട്ട് പറയും. എന്താ ആ സോയ മാത്രം കഴിച്ച മസാല ഇട്ടുള്ളത്, അത് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സോയ ഒരു ബോൾ എടുത്ത് കഴിച്ച് നോക്കി, കഴിച്ചു നോക്ക്. മധുരമുണ്ട് അല്ലേ, സ്പൈസും ഉണ്ട്, മധുരമാണ് അല്ലേ, ഇത്തിരി സോൾട്ടിയുമാണ് അല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് ചപ്പാത്തി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ചിക്കൻ ഇല്ലാത്തവർക്ക് അതിന് പകരമായിട്ട് നമുക്ക് സോയ ചങ്ക്സ് വെച്ചിട്ട് അടിപൊളിയായിട്ട് ഡിഷസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഒരു ഡിഷാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടിപൊളി. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ബൈ പറ. ബൈ ബൈ.